ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനൽ നെയിം ഇസ് വണ്ടേഴ്സ്. സോ ഇത് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ബാഗ് പാക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ സ്കൂളിൻ്റെ അന്ന് നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാണ് ബാഗിൻ്റെ അടുത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഓരോന്നിട്ട് കാണാം. കമോൺ. ഫസ്റ്റ് ഇതാണ് എൻ്റെ ബാഗ്. ബ്ലൂ കളറിൽ യൂണിക്കോൺ തീമാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഒരു പൗച്ചും ഉണ്ട്. ഈ പൗച്ച് എനിക്ക് നല്ല യൂസ് ആയിട്ടുണ്ട്. അതെന്താണ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇത് നമുക്ക് 1 2 3 4 ഈ പൗച്ചിലെ ഈ ഒരു അറയും കൂടെ നോക്കിയിട്ട് നമുക്കൊരു 5 അറയുണ്ട്, 5 അറയുണ്ട്. അതായത് റൂംസ് പോലെയുണ്ട്. ഇവിടെ എന്തെങ്കിലും വയ്ക്കാം, അങ്ങനെയൊക്കെ വയ്ക്കാം നമ്മൾക്ക്. അപ്പോൾ നമുക്ക് ബാഗ് കണ്ടല്ലോ. ഇനി നമുക്ക് ബോക്സ് സെറ്റ് ചെയ്യാം. ബോക്സ് ഇതാണ് കേട്ടോ എൻ്റെ ബോക്സ്. അപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പെൻസിൽ കിട്ടും, ഇറേസർ കിട്ടും, ഷാർപ്നർ കിട്ടും, ആൻഡ് ഓൾസോ ഒരു സ്കെയിലും കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലെയർ തുറക്കുമ്പോൾ നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു ലെയറാണ്. ഇവിടെ എന്തെങ്കിലും നമുക്ക് വയ്ക്കാം. ദെൻ ഈ ഒരു ബോർഡാണ്. ഇതിൻ്റെ മാർക്കർ ഇതാണ്. കാണിച്ചു തരാം കേട്ടോ. ഞാൻ എഴുതി നമ്മളിപ്പോൾ എഴുതി നമുക്കിനി ഇത് റബ്ബ് ചെയ്ത് കളയാൻ പറ്റും. ഈ ഒരു സാധനം കൊണ്ട്, ഈ ഒരു സ്പോഞ്ച് നമുക്ക് റബ്ബ് ചെയ്ത് കളയാൻ പറ്റും. കണ്ടോ? ഫുൾ മായ്ച്ചിട്ടുണ്ട്. ഇച്ചിരി കറയായിട്ടുണ്ട്. അതിന് മുമ്പ് എഴുതിയപ്പോൾ മായ്ച്ചില്ല, ഫുള്ളായിട്ട് മായ്ച്ചില്ലായിരുന്നു. സോ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കളഞ്ഞതാണ്. ഇത് മാർക്കർ അടച്ച് ഇതിലോട്ട് വയ്ക്കാം. നമുക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ വയ്ക്കാൻ മറന്നുപോയി. കണ്ടോ, ഇതാണ് ഫസ്റ്റ് ലെയർ. നമുക്ക് ഇതിൽ ഇപ്പോൾ സ്കെയിലുണ്ട്, പെൻസിലുണ്ട്, പിന്നെ ഈ സ്കെയിലുണ്ട്, റേസറുണ്ട്, ഷാർപ്നറുണ്ട്, പെൻസിലും ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് പേനയാണ്. ഞാൻ പേന എടുത്തതിന് ശേഷമാണ് ബോക്സ് ചൂസ് ചെയ്തത്. അപ്പോൾ പേന എടുത്തപ്പോൾ അതും യൂണിക്കോണാണ്. അപ്പോൾ ഇത് ഇത് യൂണിക്കോൺ ലിക്വിഡ് റോളർ പെന്നാണ്. അപ്പോൾ നമുക്കിത് രണ്ട് പേന വയ്ക്കാം. ഈ ഒരു ബോക്സിൻ്റെ തീം നമുക്ക് വെച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഒരു പിങ്ക് എടുക്കാം. ഒരു പിങ്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു പിങ്കും എടുത്ത് വെച്ചു. എന്നിട്ട് ഇതിലൂടെ മാച്ച് ആവുന്ന ഈ ഒരു വൈറ്റും നമ്മൾ വച്ചെടുക്കുകയാണ്. ഫസ്റ്റ് ലെയർ ഫുൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ലെയർ നമുക്ക് വയ്ക്കാം. സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ വയ്ക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു എൻ്റെ ഒരു കളറും ഹൈലൈറ്ററും പിന്നെ ഈ ഒരു സ്റ്റിക്കി നോട്ടാണ് കേട്ടോ. ഈ ഒരു സ്റ്റിക്കി നോട്ട് ഹലോ കിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് അതും വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് അടയ്ക്കാൻ പറ്റും. നോ ഗൈസ്, നമുക്ക് ഈ ഒരു ഹൈലൈറ്റർ കാരണം അത് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ട് പയ്യെ ഒന്ന് വെച്ച് നോക്കാം. പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അത് താഴത്തെ ഇതിൽ വയ്ക്കാം. ഇതും പറ്റുന്നില്ല. ഇതിവിടെ നീക്കി വെച്ചിട്ട് കളർ താഴെ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇരിക്കും. അപ്പോൾ നമുക്ക് ഹൈലൈറ്റർ ഇവിടെ വയ്ക്കാം, സ്റ്റിക്കി നോട്ട് ഇവിടെ വയ്ക്കാം, പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു പെൻസിലും കൂടെ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തത് ഈ ഒരു
പെൻസിലാണ്. അപ്പോൾ നമുക്ക് അതും വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഇതും കൂടെ വെച്ചു. നല്ല ടൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാക്ക് സൈഡ് ഇതേപോലെ കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ബോക്സും സെറ്റായത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഒരു കീ ചെയിൻ കൂടെ ഞാൻ ഇടുകയാണ് കേട്ടോ. ഇതിൽ ഞങ്ങൾക്ക് പിന്നെ ഇടാം. നെക്സ്റ്റ് ഞാൻ ആ ഹലോ കിറ്റി സ്റ്റിക്കി നോട്ട് കൂടെ കിട്ടി എനിക്ക് സാധനമാണ്. അതായത് ഹലോ കിറ്റി നോട്ട്ബുക്ക് എനിക്ക് കിട്ടി. ഇത് ഇങ്ങോട്ട് സൈഡിലോട്ട് നീക്കി വയ്ക്കാം. വേറെ ഒന്നുമില്ല. ഇത് ഇവിടെ വയ്ക്കാം. പിന്നെ എൻ്റെ അംബ്രല ഇതാണ് കേട്ടോ. ഈ ഒരു യെല്ലോയിൽ ഒരു ഫ്ലവർ വരുന്ന തീമാണ്. ഇവിടെ താഴെ ഇതിലും ഒരു ഫ്ലവർ തീമുണ്ട്. പിന്നീട് ഞാൻ ഈ സ്കൂൾ ഇറക്കുന്നതിൻ്റെ ബന്ധപ്പെട്ട് 2 സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് പേപ്പർ സോപ്പും മിനി ടിഷ്യൂ ആണ് കേട്ടോ. ഇത് തികയാത്തതുകൊണ്ട് ഞാൻ ആദ്യം മടക്കി വയ്ക്കുന്നത്. അപ്പോൾ മടക്കി വെച്ചപ്പോൾ അതിൽ സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചു. ഈ പേപ്പർ സോപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു ഫ്ലവറാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇങ്ങനെയാണ് വന്നത്. ഇത് പല സൈസിലായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്മോൾ, നല്ല ബിഗ് ആയിട്ടുള്ള, നല്ല വലുതായിട്ടുള്ളത്, പിന്നെ അതിനെക്കാട്ടിൽ കുറച്ച് കുറഞ്ഞ ഒരു വലുതും, പിന്നെ ഒരു മീഡിയം, അങ്ങനെ ഒരു സൈസിലാണ് ഞാൻ ഇത് പേപ്പർ സോപ്പ് ഉണ്ടാക്കിയത്. പിന്നെ മിനി ടിഷ്യൂ ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഈ കൈ എഴുവിട്ടിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതും പല സൈസിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഓരോ സൈസിലല്ല ഞാൻ ഉണ്ടാക്കിയത്. സോ ഇതടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബുക്ക് എടുക്കണം. അപ്പോൾ ബുക്ക് എടുത്തിട്ട് കാണാം. ഫസ്റ്റ് ഡേ നമുക്ക് റഫ് നോട്ട് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഞാൻ റഫ് നോട്ടിൽ ഈ നെയിം സ്ലിപ്പ് ഒട്ടിക്കാൻ മറന്നേ. അപ്പം നമുക്ക് നെയിം സ്ലിപ്പ് ഒട്ടിക്കാം. നെയിം സ്ലിപ്പ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ബാർബിയാണ്, വേറെ ഇല്ലായിരുന്നു. സോ നമുക്ക് ഏത് ബാർബി ഒട്ടിക്കാം? ഈ ഒരു ബാർബി ഒട്ടിക്കാം. ഈ ഒരു ബാർബി ഗേളിനെ ഒട്ടിക്കാം. ഫ്രണ്ടാണ്, ഒട്ടിക്കാം. നമുക്ക് നമ്മളുടെ പേര് എഴുതാം. ഫസ്റ്റ് എൻ്റെ നെയിം ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ സ്കൂൾ നെയിം ഞാൻ എഴുതുകയാണ്. സ്കൂൾ നെയിമല്ല, സ്കൂളിൻ്റെ നെയിം എഴുതുകയാണ്. സെൻറ്റ് തെരേസാസ്. പിന്നെ ഞാൻ 7th ഇപ്പോൾ. ഇനി നമുക്ക് 7th എഴുതിയിട്ട് ഡിവിഷൻ എഴുതാം. റോൾ നമ്പർ കിട്ടിയിട്ടില്ല, അപ്പോൾ നമുക്കത് സ്കൂളിൽ ചെന്നിട്ട് എഴുതാം. പിന്നെ സബ്ജക്റ്റ് റഫ് നോട്ടാണ്. റഫ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫുള്ള്. ഇനി നമുക്ക് ഇനിയെല്ലാം ബാഗിലോട്ടെടുത്ത് വയ്ക്കാം. ഫസ്റ്റ് ഈ പൗച്ചിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ പൗച്ചിൽ നേരത്തെ എനിക്ക് യൂസ്ഫുള്ളായിട്ട് പറയാനുള്ള കാര്യം ഈ പൗച്ചിലാണ് നമ്മൾ പേപ്പർ സോപ്പ് മിനി ടിഷ്യൂ വയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു സ്കെച്ചാണ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മുടെ പേപ്പറിൻ്റെ ബാക്ക് സൈഡിലും ആവും. അപ്പോൾ അത് ഫുൾ പടരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ക്രയോൺ ആക്കി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബുക്ക് എടുത്ത് വയ്ക്കാം. ബുക്ക് നമ്മൾ ഇതേപോലത്തെ നോട്ട്സൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫ്രണ്ട് അറയിലാണ് വയ്ക്കുന്നത്. ടെസ്റ്റ് എല്ലാം ബാക്കിലുമാണ്.
ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഈ സംഭവം കാണുന്നത്. ബാക്ക് സൈഡ് ഇതേപോലത്തെ ഒരു സിബും ഒരു 4 കോളംസ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. നേരത്തെ വാങ്ങിച്ചപ്പോൾ തുറന്നു നോക്കിയില്ല. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും വയ്ക്കാം. നമുക്ക് ഏറ്റവും ബാക്കിൽ അറയിൽ നമ്മളുടെ റഫ് നോട്ട് വയ്ക്കാം. ഇവിടെയും സ്പേസ് ഉണ്ട്. ഇവിടെ നോട്ട്ബുക്ക്, ഇവിടെ ടെസ്റ്റ്, അങ്ങനെ നമുക്ക് വയ്ക്കാം. നമുക്ക് ഫസ്റ്റ് നോട്ട്ബുക്ക് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇത് വയ്ക്കാം, ബോക്സ് വയ്ക്കാം. ബോക്സ് വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ സിബ് ക്ലോസ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നോട്ടൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കാം. നമുക്ക് സെക്കൻഡിൽ വയ്ക്കാം. തേർഡിലാണ് നമുക്ക് മറ്റേ സിബുണ്ട്. അപ്പോൾ നമുക്ക് നോട്ടെല്ലാം ഫ്രണ്ടിൽ വയ്ക്കാം. നോട്ട് ഞാൻ ഫ്രണ്ടിലാക്കി വച്ചിട്ടുണ്ട്. അടുത്തത് അംബ്രല്ല വയ്ക്കാം. അംബ്രല്ലയും വച്ചിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് എൻ്റെ ഈ ഒരു ഹലോ കിറ്റിയിൽ ഇത് വയ്ക്കാം. നോട്ട്ബുക്ക് വയ്ക്കാം. പിന്നീട് നമ്മളുടെ ഈ ഒരു പൗച്ചിൽ ഈ ഒരു പൗച്ചിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വയ്ക്കാം. അതായത് പേപ്പർ സോപ്പും ഒരു മിനി ടിഷ്യൂ ആണ്. നമുക്ക് ഈ ഒരു റെയിൻബോ കിച്ചനും ഇതിൻ്റെ അതിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം ഇടാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കിച്ചൻ പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്കൂൾ ബാഗ്. എനിക്കിപ്പോൾ ഒരു പ്രശ്നം തോന്നുന്നത് ഏറ്റവും ബാക്കിൽ ഒന്നുമില്ല. ഇറ്റ്സ് ഓക്കെ. നമുക്ക് സെക്കൻഡ് ഡേ തൊട്ട് അവിടെ എല്ലാം വയ്ക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം. ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.